നമസ്കാരം. അടുത്ത വർഷം 2026 നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ്റെ CNXD അഭിപ്രായ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതകൾ ഉള്ള സീറ്റുകളും നിരവധിയും. അങ്ങനെ 2 തവണ അടുപ്പിച്ച് തുടർഭരണം നേടി അധികാരത്തിലെത്തിയ LDFന് 3ാം തവണയും അധികാരം ലഭിക്കുമെന്നും ആ അധികാരത്തിൻ്റെ പ്രധാന കാരണക്കാർ അത് BJP ആയിരിക്കുമെന്ന വാദം ഉയർത്തുന്ന ഇടതുപക്ഷക്കാർ ഇപ്പോൾ സജീവമാണ്. കേരളത്തിൽ BJP പിടിച്ചെടുക്കുന്ന വോട്ടുകളിലെ വലിയൊരു ശതമാനം അത് കോൺഗ്രസിൻ്റേതാണ് എന്നുള്ള വാദം അത് ഇടതുപക്ഷം ഒരു വശത്ത് ഉയർത്തുമ്പോൾ, ആലപ്പുഴ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമാർന്ന ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ വോട്ടുകൾ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ് BJP എന്നും, അതുകൊണ്ട് കോൺഗ്രസിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കുമെന്ന വാദം കോൺഗ്രസും ഒരു വശത്ത് ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ ഇനി BJPയിലേക്ക് വന്നാലോ? കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ BJPക്ക് ലഭിക്കാവുന്നതിലും ഏറെ ശതമാനം വോട്ടുകൾ ലഭിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും, അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വഴുതി കൈവിട്ടു പോയ മണ്ഡലങ്ങളെല്ലാം തന്നെ, നഷ്ടമായ മണ്ഡലങ്ങളെല്ലാം തന്നെ ഇക്കുറി A+ മണ്ഡലങ്ങളാക്കി കണക്കാക്കിക്കൊണ്ട് അവയെല്ലാം തന്നെ തിരിച്ചു പിടിക്കുവാനും തൃശ്ശൂരും തിരുവനന്തപുരവും അതുപോലെ തന്നെ പാലക്കാടും പത്തനംതിട്ടയും കാസർഗോഡും അടങ്ങുന്ന BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ആ ജില്ലകളിൽ കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ റിസൾട്ട് വരുമ്പോൾ 140 മണ്ഡലങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നും അത് ഏത് സർക്കാർ ഈ കേരളം ഭരിക്കണമെന്ന തരത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയുന്ന ഒരു കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് BJP കേരളത്തിൽ വരുമെന്നാണ് BJPയുടെ നേതാക്കന്മാരെല്ലാം തന്നെ അവകാശപ്പെടുന്നത്. അങ്ങനെ ഈ 3 മുന്നണികളും വലിയ രീതിയിൽ സ്വാധീനമുള്ള കേരളമെന്ന സംസ്ഥാനം, ഈ സംസ്ഥാനത്തെ ഈ 3 പാർട്ടികളും 2026 കേരളം ഭരിക്കുമെന്ന് ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്ന ശക്തമായ ത്രികോണ മത്സരം നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2026 വരുന്നത്. ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒപ്പീനിയൻ പോൾ, CNXD ഒപ്പീനിയൻ പോളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഒപ്പീനിയൻ പോളിൽ പറയുന്ന 14 ജില്ലകളിലെയും എത്ര മണ്ഡലങ്ങൾ ആരൊക്കെ വിജയിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. കേരളത്തിലെ ആദ്യത്തെ ജില്ല അത് കാസർഗോഡ് ജില്ലയിലാകട്ടെ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDF നേടുമെന്നും അതുപോലെ തന്നെ 2 സീറ്റുകൾ UDF നേടാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെ BJPക്ക് സീറ്റുകളില്ല. ഇനി അടുത്ത ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. ഈ 11 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത ജില്ല അത് വയനാടാണ്. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് വയനാട്. ആ വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണ് ആകെയുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് LDFും 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെയും BJPക്ക് സീറ്റുകളൊന്നുമില്ല. ഇനി അടുത്ത ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത ജില്ലയാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഈ മലപ്പുറം ജില്ലയിലാകട്ടെ 16 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത്. 16 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 13 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത ജില്ല അത് പാലക്കാടാണ്. പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 12 സീറ്റുകളാണ് ഉള്ളത്. ഈ 12 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെ BJPക്ക് സീറ്റുകളേ ഇല്ല. ഇനി അടുത്ത ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലാകട്ടെ 13 സീറ്റുകളാണ് നിലവിലുള്ളത്. 13 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ LDFും അതുപോലെ 3 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെയും BJPക്ക് സീറ്റുകളൊന്നുമില്ല. ഇനി അടുത്ത ജില്ല എറണാകുളമാണ്. എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 14 സീറ്റുകളാണ് ഉള്ളത്. 14 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും അതോടൊപ്പം 10 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെയും BJPക്ക് സീറ്റുകളില്ല. ഇനി അടുത്ത ജില്ല ഇടുക്കിയാണ്.
ഇടുക്കി ജില്ലയിലാകട്ടെ 5 സീറ്റുകളാണ് നിലവിലുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും അതോടൊപ്പം 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത ജില്ലയാകട്ടെ കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 നിയമസഭാ സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ LDFും 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെയും BJPക്ക് സീറ്റുകളൊന്നുമില്ല. ഇനി അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 നിയമസഭാ സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ LDFും 4 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇവിടെയും BJPക്ക് സീറ്റുകളില്ല. ഇനി അടുത്തത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 5 നിയമസഭാ സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ LDFും 2 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇനി അടുത്ത ജില്ല അത് കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാകട്ടെ 11 നിയമസഭാ സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ LDF നേടും, 5 സീറ്റുകൾ വരെ UDFും നേടാനാണ് സാധ്യതയെന്നാണ് CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരത്താണ് ത്രികോണ മത്സരം ശരിക്കും നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് NDAയും നേടാനാണ് സാധ്യതയെന്നാണ് CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ആകെയുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 78 സീറ്റുകൾ വരെ LDFും 61 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് NDAയും നേടാനാണ് സാധ്യതയെന്നാണ് ഈ CNXD ഒപ്പീനിയൻ പോൾ ഫലം വ്യക്തമാക്കുന്നത്. ഇനിയെല്ലാം 2026 വോട്ടർമാരുടെ വോട്ടുകൾക്ക് ശേഷം കണ്ടറിയാം. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.